Hi everyone, I welcome you all for today's session. Today's session is completely based on the activities which is given in your textbook. Okay, I'm not going to take any lesson or poem. It's completely based on the activities. Understood? ഇന്ന് ലെസണില്ല പോയമില്ല നമ്മൾ കുറേ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ ലെസൻ്റെയും പോയമിൻ്റെയും ബാക്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, നൗ യു ടെൽ മീ വാട്ട് വാസ് അവർ ഫസ്റ്റ് പോയം. നമ്മുടെ ഫസ്റ്റ് പോയം എന്തായിരുന്നു? യെസ്, ദ ഫസ്റ്റ് പോയം വാസ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഇസ് ഇറ്റ്? Here our first activity is based on that topic. Okay, നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി നമ്മൾ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. Okay, first day at school. So now I am going to ask you a question. Okay, what's the question means? Do you remember your first day at school? നിങ്ങളുടെ ഫസ്റ്റ് ഡേ, നിങ്ങൾ സ്കൂളിൽ പോയ ഫസ്റ്റ് ഡേ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? റിമെമ്പർ മീൻസ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? ദറ്റ് ഈസ് ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, നൗ യു ക്യാൻ സീ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ലെറ്റ് മീ റീഡ് ദ ഹെഡിങ്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? Yes, what's the question? Do you remember your first day at school? And how did you feel? നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ ഓർമ്മയുണ്ടോ? How did you feel? നിങ്ങൾ എങ്ങനെയാണത് ഫീൽ ചെയ്തത്? Okay, there are you can see the 4 monkeys with different feelings. Is it? The first monkey is very angry എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മങ്കി ഭയങ്കര ദേഷ്യത്തിലാണ്. ആൻഡ് സെക്കൻഡ് മങ്കി is shy, നാണായിട്ടിരിക്കുകയാണ് കേട്ടോ സെക്കൻഡ് മങ്കി. ആൻഡ് തേർഡ് മങ്കി is with happy face. Okay, third monkey is with happy face and fourth one is sad. സോ ഹിയർ വാട്ട് യു വോണ്ട് ടു ഡു? നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ആക്ടിവിറ്റിയിൽ? നിങ്ങളുടെ ഫീലിംഗ് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ? നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് എന്താണ്? ആംഗ്രി ആണോ, ഷൈ ആണോ, ഹാപ്പി ആണോ, സാഡ് ആണോ? ഇതിൽ ഏത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് ഉണ്ടായത് ആ ഫീലിങ്ങിൻ്റെ താഴെ ആ ബോക്സിൽ യു ജസ്റ്റ് പുട്ട് എ ടിക്ക് മാർക്ക്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ ഈ ആക്ടിവിറ്റി. ഈസി അല്ലേ? ദിസ് ഇസ് എ സിമ്പിൾ ആക്ടിവിറ്റി. Okay, now moving on to our second activity. Now you can see the page on your screen. Let me read the heading. What are the children doing? What are the children doing? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? Choose the correct word from the ribbon and then fill in the blanks. Yes, on the top you can see the options given in the ribbon. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആ റിബൺ ഫോമിൽ തന്നിട്ടുണ്ട്. മേലോ റിബണില്ലേ അതിൽ. ഓക്കെ, നിങ്ങൾ അവിടുന്ന് ഓപ്ഷൻസ് കറക്റ്റുള്ള ഓപ്ഷൻസ് എടുത്തിട്ട് നിങ്ങൾ താഴെ അത് ഫിൽ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഈറ്റിംഗ് മിസ് ആ റിബണിലുള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ റീഡ് ചെയ്യണത്. ഫസ്റ്റ് വൺ ഈറ്റിംഗ്, ദെൻ റൈഡിങ്. റൈഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ റൈഡ് ചെയ്യുക, അതിനൊക്കെയാണ് റൈഡിങ് എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് ഗോയിങ്. ഇറ്റ്സ് ഈസി, അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഗോയിങ്. ദെൻ സ്റ്റഡിയിങ്, ദെൻ ഷെയറിങ്, ഷെയർ ചെയ്യുക. ഓക്കെ, റിട്ടേണിങ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, റിട്ടേണിങ്. ദെൻ ഫൈനലി ലാഫിങ്. വാട്ട് ഡസ് മീൻ ബൈ ലാഫിങ്? യെസ്, ചിരിക്കുക അല്ലേ? ദീസ് ആർ ദ ഓപ്ഷൻസ് ഗിവൻ ഇൻ ദ റിബൺ. നൗ നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് ആ പിക്ചറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ഏതാണോ അത് ആ റിബണിൽ നിന്ന് എടുത്ത് നിങ്ങൾ താഴെ ഫിൽ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ ഡാഷ് ബ്രേക്ക്ഫാസ്റ്റ്, dash a bicycle, third one dash to school, next one dash with friends,
Next one, dash in class. Dash in class. Next one, dash from school. Dash from school. I think this is very clear. Clear ആയെന്ന് മിസ് വിചാരിക്കുന്നു. ഇതിൽ ഈ അണ്ടർലൈൻ തന്ന ഭാഗത്ത് ഏതാണോ ഓപ്ഷൻസ് വരിക നിങ്ങൾ ആ റിബണിൽ നിന്ന് തിരഞ്ഞെടുത്ത് യു ജസ്റ്റ് ഫിൽ ഇറ്റ് ഇൻ ദറ്റ് ബോക്സസ്. അണ്ടർസ്റ്റുഡ്? Now we can move on to our activity 3. Okay. Yes, the activity 3 is on your screen now. Let's read the activity first. Let's color. Yes, it's an easy and interesting topic for you. അല്ലേ, നിങ്ങൾക്ക് കളർ ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു കളറിങ് ആക്ടിവിറ്റിയാണ്. ഓക്കെ, ലെറ്റ്സ് കളർ. Find the shapes and color them. Find the shapes and color them. Okay, what are the shapes you want to find out? Yes, first there is a triangle which is in yellow color, and there is a circle, it is in red color, and there is two curves given in blue color. Is it? അപ്പോൾ ഇവിടെ താഴെ അതിന് താഴെ they have given a picture of a snake. ഈ സ്നേക്കിൽ തന്നിട്ടുള്ള ഈ പിക്ചേഴ്സ് നിങ്ങൾ ഫൈൻഡ് ചെയ്തിട്ട് you want to give them the same color what they have given above. മേലെ ആ ട്രയാങ്കിളിന് ഏത് കളറാണോ കൊടുത്തിട്ടുള്ളത് സെയിം കളർ നിങ്ങൾ താഴെയുള്ള സ്നേക്കിന് കൊടുക്കണം. ഓക്കെ, in the same way you should apply color of the circle and curve also. Okay, the color of the circle is red and the two curves is blue, so you should apply the same color for the snake too. Understood? I think this is clear. It's easy to അല്ലേ, ജസ്റ്റ് മേലെ തന്നിരിക്കുന്ന ആ ഷേപ്സിന് എന്ത് കളറാണോ കൊടുത്തിരിക്കുന്നത് അതേ കളർ നിങ്ങൾ ആ താഴെ തന്നിരിക്കുന്ന സ്നേക്കിൻ്റെ ഉള്ളിലത്തെ ഷേപ്സിനും കൊടുക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി ഫോർ യു. Now moving on to our activity 4. Okay, now you can see the page on the screen. Let me read the heading first. Let's get ready for school. നമുക്ക് സ്കൂളിലേക്ക് റെഡി ആവാം. Let's get ready for school. What's the question of the activity? What do you do before going to school? What do you do before going to school? നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെ ചെയ്യും? Okay, put Y for yes and N for no. നിങ്ങൾ ഈ കാണുന്ന പിക്ചേഴ്സിൽ നിന്ന് എന്തൊക്കെ ചെയ്യും അതിന് എസ് നിടുക, വൈ നിടുക. ഏതൊക്കെയാ ചെയ്യാത്തത് അതിന് എൻ നിടുക. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ആയോ? ഇവിടെ 6 പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. ഈ 6 പിക്ചേഴ്സിൽ നിന്ന് നിങ്ങൾക്കറിയാം സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാവ് എ ബാത്ത്. ഫസ്റ്റ് വൺ എന്താണ്? ഹാവ് എ ബാത്ത്. നിങ്ങൾ കുളിക്കാറില്ലേ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്? അപ്പോൾ കുളിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോക്സിൽ എന്തിടണം? യെസ്, വൈ നിടണം. ഓക്കെ, എന്തിടണം? വൈ നിടണം. ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലോ നിങ്ങൾ എന്തിടണം? എൻ ഇടണം. എൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നോ. നോയുടെ ഫസ്റ്റ് ലെറ്റർ എൻ ആണ് നമ്മൾ ആ ബോക്സിലിടുന്നത്. അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ചെയ്യുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ബോക്സിൽ വൈ നിടണം. വൈ ഇൻഡിക്കേറ്റ്സ് യെസ്. വൈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെസ്. യെസിൻ്റെ ഫസ്റ്റ് ലെറ്റർ വൈ ആണ് നമ്മൾ ആ ബോക്സിലിടുന്നത്. ഇഫ് ഇറ്റ് ഈസ് നോ ആണെങ്കിലോ യു ഷുഡ് റൈറ്റ് എൻ. എൻ ഇൻഡിക്കേറ്റ്സ് നോ. അണ്ടർസ്റ്റുഡ്? Now let me read the pictures what they have given. അവരെന്തൊക്കെ പിക്ചേഴ്സാണ് തന്നിരിക്കുന്നത് മിസ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് തരാം. ഹാവ് എ ബാത്ത്. ഫസ്റ്റ് വൺ ഹാവ് എ ബാത്ത്. സെക്കൻഡ് വൺ ക്ലൈംബ് എ ട്രീ. ക്ലൈംബ് എ ട്രീ. തേർഡ് വൺ പ്ലേ ഇൻ ദ പാർക്ക്. സ്കൂളിൽ പോകണങ്ങാട്ടി മുന്നേ നിങ്ങൾ കളിക്കുമോ പാർക്കിൽ പോയിട്ട്? യെസ് ആണോ നോ ആണോ നിങ്ങൾ അവിടെ എഴുതുക കേട്ടോ. പ്ലേ ഇൻ ദ പാർക്ക്. നെക്സ്റ്റ് കോംബ് യുവർ ഹെയർ. കോംബ് യുവർ ഹെയർ. Next one, feed the birds. And last and final one, help to milk a cow. Help to milk a cow. Okay, so there are 6 pictures. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യത്തിന് you should write Y, and ചെയ്യാത്ത കാര്യങ്ങൾക്ക് you should write N. I think it's clear. Now we'll move on to our last and final activity, activity 5. Yes, you can see the page on the screen. What's the question?
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ബിഫോർ ഓർ ആഫ്റ്റർ. അവിടെ തന്നിരിക്കുന്ന ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ എയ്തർ ബിഫോർ ഇടണം ഓർ ആഫ്റ്റർ ഇടണം. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ഓക്കെ, നൗ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡാഷ് ഈറ്റിംഗ് ഫുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്. ഡാഷ് ഈറ്റിംഗ് ഫുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? യു ഷുഡ് വാഷ് യുവർ ഹാൻഡ്സ്. ഓക്കെ, അപ്പോൾ മുന്നേ ആണെങ്കിൽ എന്ത് നമ്മൾ എഴുതേണ്ടത്? ബിഫോർ. അപ്പോൾ ആ ബ്ലാങ്കിൽ എന്താ വരിക? ബിഫോർ ഈറ്റിംഗ് ഫുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്. ഇത് എക്സാമ്പിൾ ആയതുകൊണ്ട് മിസ് ഇതിൻ്റെ ആൻസർ പറഞ്ഞു കേട്ടോ. ബാക്കിയുള്ളതൊന്നും മിസ് ആൻസർ പറയില്ല, നിങ്ങൾ തനിയെ ചെയ്യണം. ഓക്കെ, ബിഫോർ ഈറ്റിംഗ് ഫുഡ് ഐ വാഷ് മൈ ഹാൻഡ്സ്. ഇനി 2, 3, 4 ബിഫോർ ആണോ വരിക ആഫ്റ്റർ ആണോ വരിക നിങ്ങൾ നോക്കി എഴുതണം കേട്ടോ. ഡാഷ് റീച്ചിങ് സ്കൂൾ ഐ സിറ്റ് ഇൻ ക്ലാസ്. ഡാഷ് റീച്ചിങ് സ്കൂൾ ഐ സിറ്റ് ഇൻ ക്ലാസ്. ഞാൻ റീച്ചിങ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എത്തിയാൽ. ഓക്കെ, മിസ് അതിൻ്റെ മലയാളം പറഞ്ഞു തന്നതാണ്, ബാക്കി മിസ് പറയില്ല കേട്ടോ. ബാക്കി ഐ സിറ്റ് ഇൻ ക്ലാസ് അത് നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് വൺ, ഡാഷ് ഈറ്റിംഗ് ഫുഡ് ഐ വാഷ് മൈ മൗത്ത്. Dash eating food I wash my mouth. Last one, dash reaching home I do my homework. Dash reaching home I do my homework. I think this is very clear to you now. Clear ആയെന്ന് വിചാരിക്കണു. ആ ഡാഷിൽ ബിഫോർ ആണോ വരിക, ആ റിമൈനിങ് സെൻറ്റൻസിലെ അത് റീഡ് ചെയ്തിട്ട് അവിടെ അതിന് മുന്നേ ഉള്ള ബ്ലാങ്കിൽ ബിഫോർ ആണോ വരിക ആഫ്റ്റർ ആണോ വരിക എന്ന് നന്നായി ഒന്ന് വായിച്ച് നോക്കിയിട്ട് നിങ്ങളത് ഫിൽ ചെയ്യണേ. Okay, I think it's clear now. If you have any doubt, you can ask me. Finally, I am going to winding up the session by singing a small poem. Okay, നമുക്ക് ഒരുമിച്ച് ഒരു പോയം പാടാം കേട്ടോ. Let's sing a small poem and the poem title is Bells. എന്താണ്? Bells. Okay, let's sing together. Okay. Ding dong, all the bells are ringing. Ding dong, it's a holiday. Ding dong, all the bells are singing. Ding dong, let's go out and play. This cute poem is written by Margaret Russell. Hope you enjoyed this poem. Okay, നിങ്ങൾക്ക് ജസ്റ്റ് വെറുതെ ഒന്ന് നമുക്ക് ഒരുമിച്ച് ഒന്ന് പാടാൻ വേണ്ടി മിസ് പാടിയതാട്ടോ. Okay, hope you enjoyed singing together with me. Okay, where you want to do this activity? എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യമല്ലേ? Okay. ദോസ് ഹു ഗോട്ട് ദ ബുക്സ്, ആർക്കൊക്കെയാണോ ഇംഗ്ലീഷ് ബുക്ക് കിട്ടിയിരിക്കുന്നത് അവർ പെൻസിലിൽ ഈ ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദോസ് ഹു ഹാവൻ ഗോട്ട് ദ ബുക്സ്, ആർക്കൊക്കെ ബുക്സ് കിട്ടാത്തതുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി നോട്ടിൽ ചെയ്ത് വെക്കുക കേട്ടോ. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് എഴുതാം. ഫൈൻ. And one more thing I want to add, I will send the answers at 7:30 PM. ഇതിൻ്റെ ഒക്കെ ആൻസേഴ്സ് മിസ് 7:30 PM അയക്കും. ഇതിന് മുന്നേ ചെയ്ത ആക്ടിവിറ്റിയുടെ ആൻസേഴ്സും മിസ് അയക്കാം. യു ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ യു പ്ലീസ് കറക്റ്റ് ഇറ്റ്. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. താങ്ക് യു. സീ യു സൂൺ.